ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാണ്. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനായിരിക്കും. പിന്നെ പ്രശ്നങ്ങൾ വരും. എന്റെ അടുക്കളയും വലുത് കുടുംബം തന്നെയാണ്. എല്ലാവരും ഒന്നിച്ച് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ എല്ലാം ഒന്നിക്കട്ട് എന്നുള്ള ആഗ്രഹമാണ്, എല്ലാവരും ഒരുമിച്ച് പോകണം. അത് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകണം ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മളങ്ങനെ അങ്ങനെ മക്കളെ വ്യക്തികളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാണ്. ഒരിക്കലും നിങ്ങൾ പോയാൽ കാലമുണ്ട്. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടെ ഇറങ്ങിപ്പോൻ പറഞ്ഞില്ലേ. ഒരുവനുണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലെങ്കിൽ നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനതിനെല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത വിളിച്ച് നിന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ രണ്ടടി. ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോ ആരൊക്കെ അടിച്ചത്? പറ. എന്റെ വയറൊന്നും പറഞ്ഞ പിടിച്ചിട്ട് എത്ര